നമസ്കാരം. KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലിന്റെ ഭാഗമായിട്ട് വിവിധ ടൂർ പാക്കേജുകൾ നടക്കാറുണ്ട്. കഴിഞ്ഞ ദിവസം മാവേലിക്കര KSRTC ഡിപ്പോയിൽ നിന്ന് തീർത്ഥയാത്ര പോയ ബസ് അപകടത്തിൽപ്പെട്ട് വളരെ ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. 4 പേർ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട 2 പേരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. രാജീവ്, ഭർത്താവ് രവീന്ദ്രൻ നായർ. എൻ്റെ ചാനലിലെ സ്ഥിരം സാന്നിധ്യമായ എൻ്റെ സഹോദരി ഭർത്താവ് അശോക് തത്വമസിലെ ഏക സഹോദരിയാണ് രാജി. ഭർത്താവ് രവിയുടെ വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇന്നത്തെ ആ സംഭവം അവരോട് നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് ഉണ്ടായത്. മാവേലിക്കര പല്ലാരിമംഗലം നന്ദനത്തിൽ രവീന്ദ്രൻ നായർ ഭാര്യ രാജലക്ഷ്മിയും ബസ് അപകടത്തിന് നടുക്കുന്ന ഓർമ്മകളിൽ ഇപ്പോഴും വിറങ്ങലിച്ചു നിൽക്കുകയാണ്. കരണം മറിഞ്ഞ് താഴേക്ക് പതിച്ച ബസ് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടെങ്കിലും ശരീരമാകെ നുറുങ്ങുന്ന വേദനയുമായി ആശുപത്രിയിലേക്ക് പോകാൻ ഇറങ്ങുമ്പോഴാണ് ഞങ്ങൾ വീട്ടിലേക്ക് എത്തുന്നത്. ശരീരത്തിനേറ്റ നൊമ്പരത്തിനേക്കാൾ വലുതാണ് മനസ്സിനേറ്റ മുറിവ്. ആ നേരം വരെ ഒപ്പമുണ്ടായിരുന്നവരിൽ 4 പേർ ജീവനറ്റ് കിടക്കുന്നത് കാണേണ്ടി വന്നത് ഒരു തീരാ ദുഃഖമായി മാറിയിരിക്കുന്നു. വിവരമറിഞ്ഞ നിമിഷം മുതൽ ബന്ധുക്കളും സുഹൃത്തുക്കളും ഇടമുറിയാതെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞായറാഴ്ച വെളുപ്പിന് 3:30 മാവേലിക്കരയിൽ നിന്ന് യാത്ര തിരിച്ച സംഘം സന്ദർശനം പൂർത്തിയാക്കി തിരിച്ചു വരുമ്പോഴായിരുന്നു അപകടം. ആലപ്പുഴ മാവേലിക്കര മറ്റം വടക്ക് കാർത്തികയിൽ അരുൺ ഹരി, മറ്റം തെക്ക് സോമസദനം സംഗീ സോമൻ, കൊട്ടാർകാവ് കൗസ്തുഭത്തിൽ ബിന്ദു ഉണ്ണിത്താൻ, പല്ലാരിമംഗലം കോട്ടയ്ക്കകത്ത് തെക്കതിൽ രമാമോഹൻ എന്നിവരാണ് മരിച്ചത്. ശരിക്കും ദൈവത്തിന്റെ കരങ്ങൾ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത്. ഇന്നലെ ഈ വാർത്ത ആദ്യം എനിക്ക് ലിങ്ക് ഇട്ടിരുന്നത് കുഞ്ഞോളാം, ഹൈദരാബാദിൽ നിന്ന് എൻ്റെ സഹോദരിയാണ് ആ ലിങ്ക് ഇട്ടിരുന്നത്. ശരിക്കും ആ രാവിലെ ആ മോള് വിളിച്ച വലിയൊരു ദൈവാനുഗ്രഹം എന്നാണ് പറയുന്നത്. കൂടുതൽ ഉറക്കത്തിലായിരുന്ന ആൾക്കാർ ഞങ്ങളുടെ പുറയിലൊക്കെ ഇരുന്നവരെന്ന് പറഞ്ഞാൽ നല്ല മയക്കത്തിലായിരുന്നു. ഞങ്ങൾ ഉണർന്നിരുന്നു. അതുകൊണ്ട് കുറച്ച് ഡ്രൈവറും പറഞ്ഞായിരുന്നു ആക്സിഡന്റ് നടക്കുന്നു, ബ്രേക്ക് ഫെയിലായി എന്ന് പറഞ്ഞപ്പോൾ ഒന്ന് വാക്കിപ്പായിരുന്നു. ഞായറാഴ്ച രാവിലെ ഒരു 3 മണിയായപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് പോയി. ഒരു 3:30 ആയപ്പോഴത്തേക്ക് നമ്മൾ മാവേലിക്കര ഡിപ്പോയിൽ നിന്നാണ് നമ്മൾ ബസ് KSRTC ഒരു ടൂർ പ്രോഗ്രാമിൻ്റെ ഒരു ബസ്സായിരുന്നു അതിൽ പോയത്. ഞങ്ങളൊരു 2 ഡ്രൈവർ, കണ്ടക്ടർ ഉൾപ്പെടെ ഞങ്ങൾ 37 പേരുണ്ടായിരുന്നു മൊത്തം. ഇവിടുന്ന് പോയി നേരെ കമ്പം തേനി മധുരയിൽ ചെന്ന് തൊഴുതു. ഉച്ചയായപ്പം തൊഴുതിറങ്ങി ഉച്ചക്കത്തെ ആഹാരം എല്ലാം കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ഒരു 4-4:30 ആയി കാണുമായിരിക്കും. അവിടെ ഞങ്ങൾ നേരെ പിന്നെ തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് പോകുമായിരുന്നു. അവിടെ ഒരു 7:30 ഞങ്ങൾ ചെന്ന് അവിടെ എല്ലാവരും തൊഴുതിറങ്ങി. കാരണം അവിടെ 8:30 ആകുമ്പോഴത്തേക്ക് അമ്പലം അടച്ച് പിന്നെ അകത്തോട്ട് ആരെയും പ്രവേശിപ്പിക്കത്തില്ല. അതുകൊണ്ട് 8:30 ആയപ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങി അവിടുന്ന് പിന്നെ വെളിയിൽ വന്ന് ബസ്സിൽ വന്നിട്ട് അവിടുന്ന് കുറച്ച് മുന്നോട്ട് പോയി ഞങ്ങൾ രാത്രിയിലെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം ഒരു 10:15-10:20 ആയപ്പോൾ നമ്മൾ വണ്ടി വിട്ടു തഞ്ചാവൂരിൽ വിട്ട്. അങ്ങനെ കുഴപ്പമില്ലാതെ നല്ല യാത്രയിൽ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പോയി രാത്രി സമയം എല്ലാവരും നല്ല ഉറക്കമായിരുന്നു എല്ലാവരും. 2 ഡ്രൈവർമാർ, കണ്ടക്ടർ അവരോണം തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ അങ്ങനെ വന്നാണ് ഇടുക്കി ഭാഗത്ത് പുല്ലുപാറ എന്ന് പറയുന്ന സ്ഥലം. അതായത് ഞങ്ങൾ അറിയാന്ന് വെച്ചാൽ ഞങ്ങളും ഉറക്കത്തിലായിരുന്നു. എല്ലാവരും ഉറക്കത്തില്ല. നല്ല രാത്രിയിൽ എല്ലാവരും 5:45 എൻ്റെ മോള് ഫോൺ വിളിച്ച് കുഞ്ഞായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്ന് ഫോൺ വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഡ്രൈവർ ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, പുള്ളി വണ്ടിക്ക് ബ്രേക്ക് കിട്ടുന്നില്ല, വണ്ടിയുടെ ബ്രേക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി പറഞ്ഞതുമല്ല, ഒരു വളവ് തിരിഞ്ഞ് വരുമായിരുന്നു. വണ്ടി വളവ് തിരിഞ്ഞ് വന്നു ഇലക്ട്രിക് പോസ്റ്റ് ചെന്ന് ഇടിച്ച് വണ്ടി മറിഞ്ഞ് ലൈനും എല്ലാം കൂടെ പൊട്ടി പറിച്ചുകൊണ്ടാണ് വണ്ടി താഴോട്ട് വന്നത്. വാർത്തയിലൊക്കെ പറയുന്നുണ്ട് ഒരു 30 അടി താഴ്ച പോയെന്ന് പറയുന്നത്. 1500 അടി താഴ്ചയുള്ളൊരു കൊക്കയാണ്. 30 അടി താഴ്ചയിലോട്ട് പോയി ചെന്നിട്ടൊരു മരത്തിലിടിച്ച് നിന്നുകൊണ്ട് കുറച്ച് പേരെങ്കിലും ഇപ്പോൾ എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈശ്വരൻ രക്ഷിച്ച് ഇവരോട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരത്തിലിടിച്ച് നിന്നതുകൊണ്ട് ഒരു 6 ഞങ്ങളെപ്പോലെ ഒരു 6-7 പേര് ഇതുപോലെ, അതായത് ഒടുവും മുറിവുകളൊന്നുമില്ല. എന്നാലും ഞങ്ങൾ 2-3 കാരണം പറഞ്ഞു ബസ്. അപ്പം അത് അവിടെ ഇവിടെ ചെന്ന് ഇടിച്ചതിൻ്റെ
അതൊക്കെ ഇവിടെ ഇടിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്നു. ഈ പോയവരുമായിട്ടൊക്കെ നേരത്തെ മുൻപരിചയമുള്ള ആൾക്കാരാണോ അതോ നമ്മൾ മുൻപുള്ള ആരും ഇല്ല. മാവേലിക്കര ചുറ്റോട് ഒരു 5 കിലോമീറ്ററിന് ചുറ്റുവട്ടത്തുള്ളവരാ. തട്ടാരമ്പലം, ചുറ്റുകുളങ്ങര, മുള്ളിക്കുളങ്ങര, മാവേലിക്കര ഈ ഏരിയയിലുള്ളവർ തന്നെ. ഒരു 34 പേര് പാസഞ്ചർ, മറ്റൊരു KSRTC സർവീസ് ചെയ്യുന്നവരോ. അങ്ങനെ നമ്മൾ മുൻപരിചയം ഇല്ലെങ്കിലും നമ്മൾ രാവിലെ 3:30 ആയപ്പോൾ ഇവിടുന്ന് കയറി അങ്ങനെ സ്വയം പരിചയപ്പെടുത്തുന്ന കാര്യങ്ങൾ പരിചയപ്പെട്ട്. എങ്കിലും ചിലരുടെ മുഖം മാത്രമേ ഉള്ളൂ, ചിലരുടെ പേരും നമുക്കറിയത്തില്ലായിരുന്നു. ഞങ്ങളുടെ തൊട്ട് 2 സീറ്റിന് പുറകിൽ ഇരുന്നവരായി. സംഗീതം പറയുന്നവരൊക്കെ 2 സീറ്റിന് നമ്മളെല്ലാവരും ട്രിപ്പ് പോകുമ്പോൾ നമ്മളങ്ങനെ ആണല്ലോ, നമ്മളൊരു ഫാമിലി പോലെ സന്തോഷമായിട്ട് എല്ലാവരും പോയി ചെയ്തതാണ്. പക്ഷേ 4 പേര് യാത്രയായി. 34 പാസഞ്ചറും 2 ഡ്രൈവറും. 34 പാസഞ്ചറിൽ 4 പേര് മരിച്ചു. 30 പേരിൽ ഞങ്ങൾ 7 പേർക്ക്, ഞങ്ങൾ 6 പേര്, 8 പേരോളം ഞങ്ങൾ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും പരിക്കുകളോട് തന്നെയാണ്. എല്ലാവരും ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഒരുപാട് മുറിവുകളും കാര്യങ്ങളൊക്കെ പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. ഈ ബസ് ഒരുപാട് പഴക്കമൊന്നുമുള്ള ബസ്സല്ല, നല്ല ഒരു സെമി സ്ലീപ്പർ ബസ് അല്ലേ? കൊട്ടാരക്കര ഡിപ്പോയിലെ വണ്ടിയാണ്. മാവേലിക്കരയ്ക്ക് ടൂറിസം പാക്കേജിന് വേണ്ടി അന്നത്തേക്ക് വേണ്ടി കൊടുത്തത്. ശരിക്കും ഈ ഡ്രൈവർ എന്താ വിളിച്ചു അങ്ങനെ പറഞ്ഞു? ഡ്രൈവർ ബസ്സിന്റെ ബ്രേക്ക് പോയപ്പോൾ ഡ്രൈവർ പറഞ്ഞു ഇതുപോലെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ബാക്കി പോയത്. നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഉണർന്നിരുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ആ ഫോൺ കോൾ വന്നതാണ് അല്ലേ? ഒരു ദൈവത്തിന്റെ ഒരു കരങ്ങൾ അതിനകത്ത്. ഉറന്നിരുന്നത് കുറച്ച് പുറകിലായിട്ട് ഇരുന്നവരും ഡ്രൈവറുടെ സൈഡിൽ ഇരുന്ന് അവർക്കാണ് കൂടുതൽ ഈ വണ്ടി അങ്ങോട്ട് മറിഞ്ഞുകൊണ്ട് അതിനടിയിൽപ്പെട്ടോ വലത് സൈഡിലോട്ട് വിശാലം ചാഞ്ഞുകൊണ്ട് ഒരു കരണം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ബസിന്റെ ലെഫ്റ്റ് സൈഡിലായിരുന്നു. റൈറ്റ് സൈഡിൽ ഇരുന്നവർക്കാണ് കൂടുതലും പരിക്കുകൾ. ഞങ്ങളൊക്കെ അവിടെ മണ്ടയ്ക്ക് താഴെ പോയി നിൽക്കുകയായിരുന്നു. ഞാൻ ഏറ്റവും വന്നിട്ട് എൻ്റെ അടിയിലായിട്ട് ഒരു 10-15 പേരുടെ മണ്ടയ്ക്കാണ് ഞാൻ നിന്നത്. അപ്പോൾ ഓരോരുത്തരെ ഞാനിങ്ങനെ പൊക്കി എടുക്കുമായിരുന്നു. ഓരോരുത്തർ പൊക്കി എടുത്ത് ഇവരെയൊക്കെ വിളിക്കുമ്പം സീറ്റിൻ്റെ മേളിൽ ഇരിക്കുകയായിരുന്നു. അല്ല, ടി വിയിൽ ഞാൻ വാർത്ത കാണുമ്പം അളിയൻ ഓരോരുത്തരെ പരിചരിക്കുന്ന വീഡിയോസ് ഒക്കെ ബസിന്റെ പുറകിലത്തുള്ള ഗ്ലാസ് പൊട്ടിച്ചാണ് ഞങ്ങൾ രക്ഷപ്പെടുന്നത്. മൊത്തം ദേഹത്തെല്ലാം കുപ്പിച്ചില്ലും കാര്യങ്ങളൊക്കെ ഈ ഗ്ലാസ് പൊട്ടിയത് കുപ്പിച്ചില്ലും ഒക്കെ പോക്കറ്റിലും കാര്യം. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ മൊത്തം മണ്ണ് വായിലും പൊടിയടിച്ചൊക്കെ ഇടിച്ച് ആഘാതത്തിലെ പൊടിയും. തിരിച്ചെപ്പോഴാ വീട്ടിലെത്തിയത്? എപ്പോഴാ? 7 മണിയാകും. ഞങ്ങൾക്ക് പിന്നെ അവിടുന്ന് ഞങ്ങൾക്ക് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് എല്ലാവരും അഡ്മിറ്റ് ആയത്. എല്ലാവരും എല്ലാം അവിടെ തന്നെ. പിന്നെ കുറച്ച് സീരിയസ് ആയവരെ വേറെ ഹോസ്പിറ്റലിലേക്ക് അവർ മാറ്റി. അവിടുന്ന് ഞങ്ങൾക്ക് മാലിക്കര ഡിപ്പോയിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അനീഷ് എന്ന് പറയുന്ന ചേട്ടനാണ് ഞങ്ങൾക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് തന്നത്. അവിടുന്ന് അതിനകത്ത് ഞങ്ങളൊരു 6 പേര് മാവേലിക്കരയ്ക്ക് വന്നു. ഏകദേശം ഒരു 6:45-7 മണി ആയപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിലെത്തി. കുഴപ്പമില്ല. ഇപ്പൊ ഇന്നത്തെ ശരീരാവസ്ഥ എങ്ങനെയുണ്ട്? ഒലഞ്ഞിടിച്ചതിൻ്റെ ഒക്കെ വേദനയുണ്ട്. ഹോസ്പിറ്റലിലോട്ട് പോവുക. പിന്നെ എല്ലാവരും വന്നിരുന്നു. മന്ത്രിമാരെല്ലാവരും വന്നിരുന്നു. പിന്നെ അവിടുത്തെ റോസ് അഗസ്റ്റിൻ ഇടുക്കി MP. പിന്നെ കൊണ്ടുവന്ന് ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. ഇടിച്ചതിന് ശേഷം വണ്ടി സ്കിഡായി. പിന്നെ അവിടുന്ന് എല്ലാം അലറി വിളിക്കുകയായിരുന്നു. കുറേ അയ്യപ്പന്മാരുണ്ടായിരുന്നു. അവർ വണ്ടി വന്ന് നിർത്തി. അവർ രക്ഷിക്കാൻ ശ്രമിച്ചു. പിന്നെ ഒരു ടൂറിസ്റ്റ് ബസ് വന്നു. അവരുണ്ടായിരുന്നു. അവരെല്ലാം കൂടെ പ്രയത്നത്തിൽ രക്ഷിക്കാൻ കഴിയും. ആ സമയത്തൊന്നും യാത്രക്കാരില്ലാത്തതാണ്. ഇത് ആയതുകൊണ്ട് അവർ വന്ന് തമിഴ്നാട്ടിൽ അയ്യപ്പസ്വാമി വന്ന് രക്ഷിച്ചത് തന്നെയാണ്. ദൈവമാണ് ഞങ്ങൾ രക്ഷിച്ചത്. ഇതിപ്പം 30 അടി താഴ്ചയിലോട്ടാണ് ഈ വണ്ടി പോയത്. ഇത് ഇച്ചിലൂടെ അങ്ങോട്ട് നീങ്ങിയായിരുന്നുണ്ടെങ്കിൽ ഒരു 1500 അടി താഴ്ചയിൽ വരെ ഉണ്ടായിരുന്നു. ഡ്രൈവറുടെ മെടുക്കൊണ്ട് അത് അവിടോട്ട് വണ്ടി ഒഴിച്ചിടാനും അപ്പോൾ ഈ മരണസംഖ്യ കുറയ്ക്കാനും ഒക്കെ ഡ്രൈവർ ഇതൊരു കാരണമാണ്. പിന്നെ അതിനകത്ത് രക്ഷാപ്രവർത്തനവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ. അളിയൻ ആർമിയിലായിരുന്നുകൊണ്ട് തന്നെ ഞാൻ ഇന്നലെ വാർത്ത കാണുന്നത് അദ്ദേഹം ഒരുപാട് പേരെ ശുശ്രൂഷിക്കുന്ന രംഗങ്ങളാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ആ പടം പരിഭ്രാന്തരായി. പക്ഷേ ടി വിയിൽ മീഡിയയോട് സംസാരിക്കുന്ന രാജിയാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഇവർക്ക് കുഴപ്പമില്ലെന്ന് മനസ്സിലായി. പക്ഷേ കൂടെ ഉള്ളവർ 4 പേരുടെ ജീവൻ നഷ്ടമായി. പലർക്കും ഗുരുതരമായ പരിക്കേറ്റു. ശരിക്കും
ഒരു ദിവസം കൊണ്ടുള്ള പരിചയമാണെങ്കിൽ പോലും ഒരു 34-37 പേര് പോയാൽ 4 പേര് ഇല്ലാതാണ് തിരിച്ചു വരുന്നത്. അപ്പോൾ അതൊക്കെ ശരിക്കും ഒരുപാട് സങ്കടം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ജീവൻ രക്ഷിച്ച് അവർ തിരിച്ചിവിടെ വീട്ടിലെത്തി. ഇവർക്ക് 2 മക്കളാണ്. മകൻ ഓസ്ട്രേലിയയിൽ പഠിക്കുന്നു, മകള് ഭർത്താവിനോടൊപ്പം ബിലാസ്പൂരിലാണ്. അതൊക്കെ എല്ലാം വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ ഇന്നലെ മരണമടഞ്ഞ 4 സുഹൃത്തുക്കൾ, അവരുടെ കുടുംബങ്ങൾ, ആ 4 പേർക്ക് പ്രണാമം അർപ്പിക്കുന്നു. അതുപോലെ ആ കുടുംബങ്ങളെ ഓർക്കുന്നു. അതുപോലെ ഇന്നലെ പരിക്കേറ്റ് ഇനിയും ജീവിതത്തിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.